ഹലോ, നിങ്ങൾ ഈ വാർത്ത കണ്ടിട്ടുണ്ടാവുന്ന കൊല്ലത്തിൽ കാറിൽ പോയ യുവതിയും സുഹൃത്തിനെയും ഭർത്താവ് പെട്രോളിച്ച് തീകൊളുത്തി. ഈ വാർത്ത നിങ്ങളെല്ലാവരും ഇന്ന് കണ്ടിട്ടുണ്ടാവും. ശരിക്കും ഈ വാർത്ത ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞെട്ടിച്ചു കളഞ്ഞു ആൾക്കാർ. കാരണം ഒരാളെ ഇങ്ങനെ പച്ചക്ക് കൊളുത്തി, എന്ത് കാരണമെങ്കിലും ആട്ടെ, ഒരാളെ ഇങ്ങനെ പച്ചക്ക് തീ കൊടുക്കുക, അതൊരു എന്താ പറയുക, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതല്ല, ഇതിന്റെ താഴെ വന്ന കമന്റ്സ് ആണ്. ഞാൻ ഈ കുറച്ച് കമന്റ്സ് നിങ്ങൾക്ക് വായിക്കാം. ഞാൻ ഇത്ര ആൾക്കാരുടെ ഒരു മെന്റാലിറ്റി ഞാൻ നോക്കണം. ഒരാളെ പച്ചക്ക് തീ കൊളുത്തി കൊന്നിട്ട് അവരൊരു മെന്റാലിറ്റി നോക്കണേ. ഒരു കമന്റ്: ജയിലിൽ പോയാലും നീയാണ് ആൺകുട്ടി, അഭിനന്ദനങ്ങൾ, മഹേഷ് ഗംഗാധരൻ. പിന്നെ വേറെ കമന്റ്: പാതിരാത്രി ആൺ സുഹൃത്തുമായി കാറിൽ യാത്ര ചെയ്ത ഭാര്യ അഗ്നിശുദ്ധി വരുത്തിയ ഭർത്താവിന് ബിഗ് സല്യൂട്ട്. ഇങ്ങനെ കുറെ ഇങ്ങനെ ഭർത്താവിനെ കൊന്ന ആ കൊലയാളിയെ പ്രശംസിച്ചുകൊണ്ട് ഭയങ്കര കുറെ കമന്റ്സ് ഉണ്ട്. അയാളെ പ്രശംസിച്ചും പിന്നെ അനുകൂലിച്ചും അയാളെ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന മോട്ടിവേഷൻ നൽകുന്ന പോലത്തെ കമന്റ്സ് കുറെ ഉണ്ട്. ഞങ്ങൾ ഈ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? ഒരാള് ഒരു സ്ത്രീയെ, ഭർത്താവാട്ടെ, ഭാര്യ ആട്ടെ, ആരാട്ടെ, ഒരു പെങ്ങളാട്ടെ, ആരാട്ടെ, ഒരു സ്ത്രീയെ പച്ചക്ക് തീ കൊളുത്തി കൊന്നതിന് അവരെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ, എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇവിടെ ഇവർ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള ആൾക്കാർ എങ്ങനെയാണ് ഇവര് നാളെ ഇതുപോലെ എത്ര ആൾക്കാരെ കൊല്ലാം? ഇവരെ മെന്റാലിറ്റി ഇങ്ങനെയാണെങ്കിൽ ഇവർ എത്ര ആൾക്കാരെ കൊല്ലാം? നമുക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് നമുക്ക് ഈ ഭരണഘടന പ്രകാരം നമുക്ക് ഇപ്പൊ ഒരാൾ നമ്മളായിട്ട് ഒത്തുപോകുന്നില്ല, അവര് നമ്മളായിട്ട് കല്യാണം കഴിച്ചു, അവർക്ക് നമ്മളെ താല്പര്യമില്ല, കാരണം എന്തും ആവട്ടെ, എന്ത് കാരണമാവട്ടെ, നമുക്ക് അവരെന്താ പറയാ, അവരായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഡൈവേഴ്സ് നമ്മളെ ജീവിതത്തിലേക്ക് കിടക്കാം, അവരെ പാട്ടിന് വിട്ടേക്കാം. നമ്മൾ ഒരാളെ ഇങ്ങനെ നിർബന്ധിച്ചിട്ട് സ്നേഹിക്കാൻ പറ്റുമോ? അല്ല, സ്നേഹിപ്പിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മള് നാളെ ഇപ്പൊ ഒരാൾ ഇതേപോലെ തന്നെ ഇതിനു മുമ്പും കൊല്ലത്ത് തന്നെയാണ് ഒരു കാമുകിയെ എത്തി വെച്ച് കൊല്ലുന്നു, അല്ലെ? നമ്മൾ ഇതിനു മുമ്പ് ഇതുപോലത്തെ ന്യൂസ് ഒരുപാട് കേട്ടതാണ്. ഒരിക്കലും കൊലപാതകത്തിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് ഏത് തരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഒരാള് കൊലപാതകം ചെയ്ത് അതും ഇങ്ങനെ പച്ചക്ക് തീ കൊളുത്തി കൊല്ലുക എന്ന് പറഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇത്രയും കമന്റ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഒരു മെന്റാലിറ്റി ആലോചിച്ച് നോക്കണേ. നാളെ ഇതുപോലെ ഇവരും ചെയ്യില്ല ആൾക്കാരോടും. അവരുടെ മെന്റാലിറ്റി ഇങ്ങനെയാണെങ്കിൽ ഇതൊരു ഒരു പൊതുസമൂഹത്തിന് ഇങ്ങനെ പബ്ലിക്കായിട്ട് കമന്റ് ഇടുമ്പോൾ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? നാളെ ഇങ്ങൾക്കും ഇതുപോലെ ആവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളും ഇതുപോലെ ചെയ്യാ, ഇതല്ലേ കൊടുക്കുന്ന മെസ്സേജ്? ഇങ്ങനത്തെവർക്കെതിരെ കേസെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്, അല്ലേ? ഒരു സ്ത്രീയെ പച്ചക്ക് തീ കൊളുത്തി കൊന്നതിന് കമന്റ് ഇട്ട ആൾക്കാരുടെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. ഇങ്ങനെ പലതരത്തിലുള്ള കമന്റ് ഞാൻ ഈ ബോക്സിൽ കണ്ടു. ഞാൻ ശരിക്കും ഈ ന്യൂസ് ഇന്ന് കണ്ടിട്ട് ഞെട്ടിപ്പോയി. കാരണം ഇതുപോലെ നമ്മൾ എല്ലാ പ്രാവശ്യത്തും ഇങ്ങനത്തെ ഒരു ന്യൂസ് കാണുന്നുണ്ട്. ഇങ്ങനൊന്നും സംഭവിക്കല്ലേ, ഇങ്ങനൊന്നും സംഭവിക്കാൻ ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് വീണ്ടും ഇങ്ങനെ സംഭവിക്കുന്നത്. വിദ്യാഭ്യാസമുള്ള കേരളത്തിലെ ജനങ്ങളെന്നും അല്ലെങ്കിൽ പ്രബുദ്ധരായ ജനങ്ങളെന്നും അല്ലെങ്കിൽ ലോകത്തില് കാര്യങ്ങൾ നന്നായിട്ട് എല്ലാവരും കാട്ടി നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് മലയാളികൾ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഈ കൊന്ന അയാള് ഒരു വയസ്സായ ഒരാളാണ്, കുറച്ചൊരു ഏജ് ആയുള്ള ഒരാളാണ്. ചിലപ്പോൾ അയാളെ മെന്റാലിറ്റി അതായിരിക്കാം. അയാളത് ചെയ്തു, പക്ഷെ ഞാനതല്ല. ഈ ചെറുപ്പക്കാരായ ആൾക്കാരാണ് ഇതിന്റെ താഴെ വന്ന് കമന്റ് ഇടുന്നത്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് കമന്റ് ഇടുന്നത്. കൊന്നത് നന്നായി, അവർക്ക് അഭിനന്ദനം, സല്യൂട്ട്. എന്തൊക്കെയാണ് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. കാരണം ഈ ആൾക്കാർ ഈ പുരോഗമനം പറഞ്ഞ് നടക്കുകയും ചെയ്യും. കാരണം ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവം വന്നു കഴിഞ്ഞെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് സ്വഭാവങ്ങളും. എന്തായാലും ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇതിനെക്കുറിച്ച് ഈ കമന്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ രേഖപ്പെടുത്തുന്ന അറിയിക്കുന്നു. താങ്ക് യു.